അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ ഒരു സംവാദം നടക്കുകയാണ്. മുജാഹിദ് വിഭാഗവും സുന്നി വിഭാഗവും ഇളം തലമുറകൾ തമ്മിലുള്ള അനൗദ്യോഗികമായ ഒരു സംവാദം. പങ്കെടുക്കുന്ന പണ്ഡിതന്മാരും കേൾക്കുന്ന ശ്രോതാക്കളും സമാധാനപരമായ ശാന്തമായ ഒരു അന്തരീക്ഷത്തിലൂടെ നടത്തണമെന്ന് ഇതിൻ്റെ മീഡിയ മോഡറേറ്റേഴ്സിൻ്റെ പേരിൽ ആദ്യമായി അഭ്യർത്ഥിക്കുന്നു. സംവാദ വിഷയം മരിച്ചുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായാർത്ഥന നടത്തുന്നത് ശിർക്കാണ് എന്ന് മുജാഹിദുകൾ, മരിച്ചുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായാർത്ഥന നടത്തുന്നത് ശിർക്കല്ല എന്ന് സുന്നി വിഭാഗവും. ഇത് നടത്തപ്പെടേണ്ടിയിരുന്നത് 2007 ജനുവരി 14 ചില സാങ്കേതികമായ വിഷയങ്ങളെ തുടർന്ന് അന്നേ ദിവസം നടത്തപ്പെടാതിരിക്കുകയും രണ്ട് വിഭാഗത്തിൻ്റെയും പ്രതിനിധി ഫൈസൽ പുതുപ്പറമ്പും നൗഷാദ് ഹസനിയും ചേർന്ന് കോട്ടക്കൽ എസ്ഐയുടെ മധ്യസ്ഥതയിൽ എഴുതിക്കൊടുത്ത രേഖാമൂലമുള്ള നിർദ്ദേശാനുസരണം ഇന്ന് ഈ ഹാളിലേക്ക് മാറ്റപ്പെട്ടതാണ്. വിഷയാവതരണം ആദ്യം 20 മിനിറ്റും ചോദ്യോത്തരം 1.5 മണിക്കൂറുമായാണ് നിജപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ആദ്യം വിഷയം അവതരിപ്പിച്ച പക്ഷത്തോട് മറുപക്ഷം ചോദ്യം ഉന്നയിക്കുന്നു. ശേഷം മറുവിഭാഗം വിഷയം അവതരിപ്പിക്കുകയും ആദ്യം വിഷയം അവതരിപ്പിച്ച കക്ഷി ചോദ്യം ചോദിക്കുകയും ചെയ്യുന്നു. ചോദ്യം 3 മിനിറ്റിൽ കൂടുവാനോ ഉത്തരം 5 മിനിറ്റിൽ കൂടുവാനോ പാടില്ല. ആദ്യ അവസരം നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കാവുന്നതാണ്. അത് ഇപ്പോൾ നറുക്കെടുപ്പ് നടത്തുകയും ആദ്യ അവസരം മുജാഹിദ് വിഭാഗത്തിന് ലഭിക്കുകയും ചെയ്തു. 3 പണ്ഡിതർ വീതവും 25 ശ്രോതാക്കളും പണ്ഡിതർ താഴെ പറയുന്നവരിൽ നിന്നും 3 പേർ സുന്നി പക്ഷം നൗഷാദ് ഹസനി, ഏലംകുളം അബ്ദുർ റഷീദ് സഖാഫി, മുഹമ്മദ് ഫൈസൽ ഹസനി, ഉമർ സഖാഫി, ഇതിൽ നിന്നും 3 പേർ. മുജാഹിദ് പക്ഷം ഫൈസൽ മുസ്ലിയാർ പുതുപ്പറമ്പ്, അഹമ്മദ് അനസ് മുസ്ലിയാർ, അനീഫ് കായക്കൊടി, OK മഹ്മൂദ് കുഴിപ്പുറം. ഇതിൽ കഴിഞ്ഞ ആഴ്ചയുള്ള ചില ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ റഷീദ് സഖാഫി, അബ്ദുർ റഷീദ് സഖാഫി ഏലംകുളം ഒരു ആക്സിഡന്റിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇഹ്യാ സുന്ന വിദ്യാർത്ഥിയായ റഫീഖ് മുസ്ലിയാരാണ് അതിന് പകരമായി പങ്കെടുക്കുന്നത്. ആക്സിഡന്റ് അല്ല, റഷീദ് മുസ്ലിം കാലിന് എന്തോ ചെറിയ പ്രശ്നമാണെന്നാണ് പറഞ്ഞത്. അബ്ദുർ റഷീദ് സഖാഫിക്ക്. അനസ് മുസ്ലിയാർക്ക് പകരമായി താജുദ്ദീനാണ് മറുഭാഗത്തുള്ളത്. അത് പരസ്പരം ധാരണയായതിൻ്റെ വെളിച്ചത്തിൽ പ്രമാണങ്ങൾ വിശുദ്ധ ഖുർആൻ, സ്വഹീഹായ ഹദീസ്, ഇജ്മാ, ഖിയാസ് ഇവകൾ മാത്രമേ പ്രമാണങ്ങളായി ഉദ്ധരിക്കുവാൻ പാടുള്ളൂ എന്നുള്ളതാണ് വ്യവസ്ഥയിലെ ഒരു നിബന്ധന. ഇരു വിഭാഗങ്ങളുടെയും സാഹിത്യങ്ങൾ ഉദ്ധരിക്കരുത്. സംവാദം വ്യക്തികൾ തമ്മിലായിരിക്കും. ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് അനുവദനീയമാണ്. 2 ആളുകൾ വീതം അവയ്ക്ക് വേണ്ടി പങ്കെടുക്കാം. നിർബന്ധിത സാഹചര്യത്തിൽ സ്ഥലം, തീയതി, വ്യക്തികൾ, ക്രമം എന്നിവയിൽ ഇരു വിഭാഗത്തിൻ്റെയും സമ്മതത്തോടെ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. മുജാഹിദ് പക്ഷത്തിന് വേണ്ടി ഫൈസൽ പുതുപ്പറമ്പ്, സുന്നി പക്ഷത്തിന് വേണ്ടി നൗഷാദ് ഹസനി. ഇതാണ് ഇതിൻ്റെ വ്യവസ്ഥകൾ. ഈ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ നാം നിശ്ചയിക്കപ്പെട്ടതിനേക്കാളും കുറഞ്ഞ സമയം താമസിച്ചുകൊണ്ടാണ് ഒരു 5 മണിക്കൂർ പ്രോഗ്രാം എന്ന രീതിയിലാണ് നാം പദ്ധതി ഇവിടെ നടപ്പാക്കപ്പെടുന്നത്. അന്നേരം വളണ്ടിയേഴ്സ് എന്ന രീതിയിൽ
ഒരു സ്കീം ഇല്ലാതിരുന്നു. അതിന് പകരമായിട്ട് ചെറിയൊരു ധാരണയിൽ വളണ്ടിയേഴ്സായ രീതിയിൽ 5 പേര് വീതം പങ്കെടുപ്പിക്കുവാനുള്ള ഒരു തീരുമാനവും കൂടി പിന്നെടുക്കുകയും ചെയ്തു. ഈ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഈ വിഷയത്തിൻ്റെ ആധികാരികതയിലേക്കും അവരുടെ ചർച്ചകളിലേക്കും സർവാത്മന സംയമനം പാലിച്ചുകൊണ്ട് സർവ താല്പര്യത്തോടുകൂടിയും ഇതിൽ പങ്കെടുക്കണമെന്നും ഉണർത്തിക്കൊണ്ട് എല്ലാവരുടെയും സഹകരണങ്ങൾ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പ്രതീക്ഷിച്ചും ആഗ്രഹിച്ചും കൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സംവാദം ആരംഭിക്കുകയാണ്. ആദ്യമായി നറുക്കെടുപ്പിലൂടെ വിഷയാവതരണത്തിന് അവസരം ലഭിച്ചിട്ടുള്ളത് മുജാഹിദ് വിഭാഗത്തിനാണ്. വിഷയാവതരണത്തിന് വേണ്ടി മുജാഹിദ് പണ്ഡിതനെ ക്ഷണിക്കുകയാണ്. ഒരു കാര്യം കൂടി ഉണർത്താനുള്ളത്, സദസ്സിൻ്റെ പൂർണ്ണമായ സഹകരണവും നിശബ്ദമായ സമീപനവും ഉണ്ടായിരിക്കണം എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. വിഷയാവതരണത്തിന് വേണ്ടി മുജാഹിദ് വിഭാഗം പണ്ഡിതനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, അല്ലാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിക്കുന്ന ആളുകളെന്ന നിലയിൽ നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ ആവശ്യമായ വിശ്വാസവും കർമ്മങ്ങളും സ്വീകരിക്കുന്നവരായി തീരണം എന്ന നിർബന്ധ ബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ് ഇതേപോലെയുള്ള വേദികളും ചർച്ചകളുമൊക്കെ നമുക്കിടയിൽ സംഘടിപ്പിക്കപ്പെടുന്നത്. മുസ്ലിങ്ങളെന്ന നിലയിൽ നാം എല്ലാവരും കൃത്യമായി പടച്ചതമ്പുരാനോട് ദിവസത്തിൽ ഒരുപാട് പ്രാവശ്യം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതാണ്, അല്ലാഹുവേ, നീ ഞങ്ങളെ സിറാത്തുൽ മുസ്തഖീമിലൂടെ വഴി നടത്തണമേ, അതേപോലെ നിന്റെ കോപത്തിനും വിധേയരായ പിഴച്ചുപോയ ആളുകളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തരുത് എന്നൊക്കെയുള്ള പ്രാർത്ഥനകൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് നാം എല്ലാവരും. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായി നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സിറാത്തുൽ മുസ്തഖീം, ആ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റിപ്പോകാൻ പാടില്ല എന്നതാണ്. ഇവിടെ ചർച്ചയിലിരിക്കുന്ന വിഷയമാകട്ടെ നമ്മെ ആ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗത്തിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന രൂപത്തിലാണ്. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായാലും മറ്റാരായാലും അല്ലാഹു അല്ലാത്തവരോട് സഹായം അഭ്യർത്ഥിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്ന സമ്പ്രദായം സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളയുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി തന്നെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. അല്ലാഹു പറയുന്നു, വമൻ അളല്ലു മിമ്മൻ യദഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവർ, അവരെക്കാൾ വഴിപിഴച്ചവരാരാണുള്ളത്? മാത്രമല്ല അവരുടെ പ്രത്യേകത മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. ഈ ആയത്തെ സൂചിപ്പിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, വമൻ അളല്ലു മിമ്മൻ യദഉ മിൻ ദൂനില്ലാഹി ഇസ്തിഫാമൻ അൻ സബീലിൽ ഇൻകാരി വൽ മഅന അന്നഹു ലാ അംറൻ അബ്അദ അനിൽ ഹഖി വഅഖറബ ഇലൽ ജഹലി മിമ്മൻ യദഉ മിൻ ദൂനില്ലാഹിൽ അസ്നാം. ഈ ആയത്തിലൂടെ അല്ലാഹു സൂചിപ്പിക്കുന്ന കാര്യം ഏറ്റവും യാഥാർത്ഥ്യത്തിൽ നിന്നകന്നതും അതേപോലെ ജഹലിലേക്ക് അടുത്തതുമായ കാര്യമാണ് അല്ലാഹുവിന് പുറമെ ബിംബങ്ങളെ ആരാധിക്കുകയും ഫയത്തഖിദുഹാ ആലിഹതൻ, അവയെ ആരാധ്യ വസ്തുക്കളായി സ്വീകരിക്കുകയും ചെയ്യുക. കാരണം വഹിയ ഇദാ ദുഇയത ലാ തസ്മഉ വലാ തസഹ മിൻഹൽ ഇജാബ, കാരണം ആ ബിംബങ്ങളോട് പ്രാർത്ഥിച്ചാൽ, ആ ബിംബങ്ങളോട് ദുആ ചെയ്താൽ അത് കേൾക്കുകയോ ഉത്തരം ചെയ്യുകയോ ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്തിന്റെ അർത്ഥം പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. മാത്രമല്ല തുടർന്ന് പറയുന്നത് കാണാം,
يجوز أن يريد كل معبود من دون الله من الملائكة وعيسى وعزير والأصنام. ഇവിടെ ബിംബങ്ങൾ മാത്രമല്ല, വിഗ്രഹങ്ങൾ മാത്രമല്ല, മറിച്ച് അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെട്ടുകൊണ്ടിരുന്ന മലക്കുകളും ഈസാ നബിയും ഉസൈറും അതേപോലെ വിഗ്രഹങ്ങളുമൊക്കെ ഈ കൂട്ടത്തിൽ ഉൾപ്പെട്ടതാണ് എന്നുകൂടി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അഥവാ അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂവെന്നും അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നത് പിഴവിലേക്കാണ് എത്തിക്കുന്നത്, അവരുത്തരം നൽകുകയില്ല എന്നും ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. രണ്ടാമതായി അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടോ മറ്റാരോടെങ്കിലുമോ ദുആ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ പറയാനുള്ള കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് മാത്രം ദുആ ചെയ്യാൻ നമ്മോട് നിർദ്ദേശിച്ചു എന്നതാണ്. പടച്ചതമ്പുരാൻ പറഞ്ഞു, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നെ ആരാധിക്കുന്നതിൽ നിന്ന് ആരെങ്കിലും അഹങ്കാരികളായി മാറിയാൽ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, തീർച്ചയായും അവർ നിന്ദരായ നിലയിൽ നരകത്തിലായിരിക്കും പ്രവേശിക്കുക എന്ന് പടച്ചതമ്പുരാൻ വിശദീകരിക്കുകയാണ്. എന്തുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, പടച്ചതമ്പുരാനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ അള്ളാഹു അതിന് ചില കാരണങ്ങൾ കൂടി വിശദീകരിക്കുകയാണ്. ആ കാരണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വീണ്ടും പടച്ചതമ്പുരാൻ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ഹുവൽ ഹയ്യു ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. ഹയ്യ് അവൻ മാത്രമാണ്. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും തന്നെയില്ല. അതുകൊണ്ട് ഫദ്ഊഹു മുഖ്ലിസീന ലഹുദ്ദീൻ, നിങ്ങൾ പൂർണ്ണമായും നിഷ്കളങ്കരായി അവന് മാത്രം കീഴടങ്ങിക്കൊണ്ട് അവനോട് ദുആ ചെയ്യണം, അവനോട് മാത്രമായിരിക്കണം നിങ്ങളുടെ ദുആ എന്നുകൂടി അള്ളാഹു ഇവിടെ പഠിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ്? കാരണങ്ങൾ പറഞ്ഞു എന്ന് ഞാൻ ഇവിടെ സൂചിപ്പിച്ചു. ഒന്നാമതായി പറയുന്നു, അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിതസ്കുനൂ ഫീഹി വന്നഹാറ മുബ്സിറ ഇന്നല്ലാഹ ലദൂ ഫളിൻ അലൻ നാസി വലാകിന്ന അക്സറൻ നാസി ലാ യശ്കുറൂൻ. അല്ലാഹുവാണ് രാത്രിയെ സംവിധാനിച്ചു തന്നിരിക്കുന്നത്, അല്ലാഹുവാണ് പകലിനെ സംവിധാനിച്ചു തന്നിരിക്കുന്നത്. വീണ്ടും ദാലികുമുല്ലാഹു റബ്ബുക്കും, അവനാകുന്നു നിങ്ങളുടെ റബ്ബ്. ഖാലിഖു കുല്ലി ഷൈഇൻ, എല്ലാറ്റിനെയും സൃഷ്ടിച്ചിരിക്കുന്നത് അവനാണ്. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ഫഅന്നാ തൂഫകൂൻ, എന്നിട്ടും നിങ്ങൾ എങ്ങനെയാണ് തെറ്റിപ്പോകുന്നത് എന്നുകൂടി അള്ളാഹു ഇവിടെ ചോദിക്കുകയാണ്. വീണ്ടും കാരണം പറയുന്നത് കാണാം, അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അർള ഖറാറൻ വസ്സമാഅ ബിനാഅൻ വസവ്വറകും ഫഅഹ്സന സുവറകും വറസഖകും മിനത് ത്വയ്യിബാത്ത്. അല്ലാഹുവാണ് നിങ്ങൾക്ക് ഭൂമി സംവിധാനിച്ചു തന്നിരിക്കുന്നത്, അല്ലാഹുവാണ് ആകാശം സംവിധാനിച്ചു തന്നിരിക്കുന്നത്, അതേപോലെ തന്നെ നിങ്ങളെ രൂപപ്പെടുത്തിയിരിക്കുന്നതും നിങ്ങളുടെ രൂപത്തെ ഭംഗിയുള്ളതാക്കിയതും ആ പടച്ചതമ്പുരാനാണ്, ആ റബ്ബാണ്. അതുകൊണ്ട് ഹുവൽ ഹയ്യ്, അവനാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. അതുകൊണ്ട് അവനോട് മാത്രം ദുആ ചെയ്യണം എന്നല്ലാഹു പഠിപ്പിക്കുകയാണ്. നമ്മളിവിടെ വ്യവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായമർത്ഥിക്കാൻ പാടില്ല. മരിച്ചുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രയാസങ്ങളുടെ, പ്രതിസന്ധികളുടെ, ബുദ്ധിമുട്ടുകളുടെ സന്ദർഭത്തിൽ ദുആ ചെയ്യാൻ പാടില്ല, സഹായം തേടാൻ പാടില്ല എന്ന് നമ്മൾ പറയാനുള്ള കാരണം ഈ പറഞ്ഞ നിബന്ധനകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്താണ് എന്നതാണ്. അള്ളാഹുവിന്റെ റസൂല് എന്തിനെങ്കിലും സൃഷ്ടിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അള്ളാഹുവിന്റെ റസൂലാണ് രാപ്പകലുകളെ സംവിധാനിച്ചത് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അള്ളാഹുവിന്റെ റസൂലാണ് നമ്മെ സൃഷ്ടിച്ചതും നമ്മെ രൂപപ്പെടുത്തിയതും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അള്ളാഹുവിന്റെ റസൂല് ഹയ്യാണ് എന്നും നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ദുആ നടത്തേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ്. ഹുവൽ ഹയ്യ് എന്ന് പരിചയപ്പെടുത്തിയ പടച്ചതമ്പുരാനോട് മാത്രമാണ് എന്ന് ഈ ആയത്തുകളുടെ അടിസ്ഥാനത്തിലാണ് നാം ഇവിടെ വിശദീകരിക്കുന്നത്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു, അല്ലാഹുവല്ലാത്ത ആരോട് തന്നെ പ്രാർത്ഥിച്ചാലും അവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇങ്ങനെയാണല്ലോ, ഖുൽ ഇദ്ഉല്ലദീന സഅംതും മിൻ ദൂനിഹി ഫലാ യംലികൂന കശ്ഫൽ ദുരി അൻകും വലാ തഹ്വീല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹുവാണ് എല്ലാ കഴിവുകളുടെയും ഉടമസ്ഥനെന്ന് അംഗീകരിക്കുന്നവർ അവിടെ ഉണ്ടായിരുന്നു. അറിയാവുന്ന കാര്യമാണ് നമുക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ മുശ്രിക്കുകളുടെ ഇടയിലേക്ക് കടന്നു വന്നപ്പോൾ അവർ അല്ലാഹുവിനെ അറിയുന്നവരായിരുന്നു, അല്ലാഹുവിനെ അംഗീകരിക്കുന്നവരായിരുന്നു. ആരാണ് സൃഷ്ടാവെന്ന് ചോദിച്ചാൽ, ആരാണ് നിയന്താവെന്ന് ചോദിച്ചാൽ, ആരാണ് എല്ലാ കാര്യങ്ങളുടെയും ഉടമസ്ഥനെന്ന് ചോദിച്ചാൽ അത് അല്ലാഹുവാണെന്ന് പറയുന്നവർ. എന്തുമാത്രമല്ല, കഅബയുടെ അടുക്കൽ ചെന്നുകൊണ്ട് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്,
പടച്ചതമ്പുരാന് നിനക്ക് യാതൊരു പങ്കാളിയും ഇല്ല, ഇല്ലാ ശരീക്കൻ, ഒരു പങ്കാളിയല്ലാതെ. എന്താണ് ആ പങ്കാളിയുടെ പ്രത്യേകത? ആ പങ്കാളിക്ക് നീ കൊടുക്കാത്ത എന്തെങ്കിലും കഴിവില്ല. ലാത്തയോട് ഞങ്ങൾ തോടുന്നു, ലാത്ത ഞങ്ങളെ സഹായിക്കുന്നു, ഉസ്സക്ക് ഞങ്ങൾ നേർച്ചകൾ അർപ്പിക്കുന്നു, അതിന്റെ ഫലം ഞങ്ങൾക്ക് ലഭിക്കുന്നു. അത് ലാത്തയോ ഉസ്സയോ മനാത്തയോ ഇബ്രാഹിമോ അവരാരെങ്കിലും സ്വയം നൽകുന്ന കഴിവല്ല, അവർക്കാർക്കെങ്കിലും സ്വയമുള്ള കഴിവല്ല. മറിച്ച് ഹുവലക തംലികുഹു വമാ മലക്, ആ പങ്കാളിയും ആ പങ്കാളിക്ക് എന്തൊക്കെ കഴിവുകളുണ്ടോ ആ കഴിവുകളും നിനക്കുള്ളതാകുന്നു റബ്ബേ എന്ന് വളരെ കൃത്യമായി മക്കയിലുള്ള ആളുകൾ പ്രഖ്യാപിച്ചു. അവരോടാണ് പറയാൻ വേണ്ടി പറയുന്നത്, നിങ്ങൾ അല്ലാഹുവിന് പുറമെ ജൽപ്പിച്ചുണ്ടാക്കിയ വസ്തുക്കളുണ്ടല്ലോ, അവരോട് ശക്തികളുണ്ടല്ലോ, അവരോട് നിങ്ങൾ ദുആ ചെയ്യുക. ഫലാ യംലികൂന കശ്ഫൽ ദുരി അൻകും വലാ തഹ്വീല, കഴിയില്ല അവർക്ക്. നിങ്ങൾ എന്തൊരു കാര്യത്തിന് വേണ്ടിയാണോ, എന്ത് പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടുവാനാണോ നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്, ആ പ്രശ്നത്തിൽ നിന്ന് നിങ്ങളെ കരകയറ്റാൻ അവർക്ക് സാധിക്കുകയില്ല, കഴിയുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. ഈ ആയത്ത് സൂചിപ്പിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, വലൈസൽ മുറാദുൽ അസ്നാം, ഇവിടെ വിഗ്രഹങ്ങൾ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ലിഅന്നഹു തആല ഖാല ഫീ സിഫതിഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രവർത്തനം ചെയ്യുന്ന ആളുകളുടെ പ്രത്യേകതയായി പറഞ്ഞത്, ഉലൈകല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിൽ വസീല, ഇവരാരോടാണോ ദുആ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, ദുരന്തങ്ങളിൽ നിന്ന് കരകയറാൻ വേണ്ടി, ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആരോടാണോ ദുആ ചെയ്യുന്നത് അവർ അല്ലാഹുവിലേക്ക് അടുക്കുകയാണ് എന്നാണ് പടച്ചതമ്പുരാൻ പറഞ്ഞത്. വബ്തിഗാഉൽ വസീല ഇലല്ലാഹി തആല ലാ യലീഖു ബിൽ അസ്നാമിൽ ബത്ത, ഇവിടെ അല്ലാഹുവിലേക്ക് അടുക്കുക എന്നത്, പടച്ചതമ്പുരാന്റെ സമീപം തേടുക എന്നത് ബിംബങ്ങൾക്ക് ബാധകമായ ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ പ്രയാസങ്ങൾ അകറ്റാൻ കഴിയില്ല എന്ന് പറയുന്നത്, ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്നത് ബിംബങ്ങൾക്ക് മാത്രം ബാധകമായ കാര്യമല്ല. വീണ്ടും കാണാം, സുമ്മ ഇന്നഹു തആല ഇഹ്തജ അലാ ഫസാദി മദ്ഹബി ഹൗലാഇ അന്ന ഇലാഹൽ മഅബൂദ ഹുവല്ലദീ യഖ്ദിറു അലാ ഇസാലത്തിൽ ളറരി വഈസാലിൽ മൻഫഅ, ഉപകാരം ചെയ്യുവാനും ഉപദ്രവം ചെയ്യുവാനും ഈ ആളുകൾ തങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ശക്തികൾക്ക് കഴിയും എന്ന ഇവരുടെ വാദത്തിനെതിരെയാണ് പടച്ചതമ്പുരാൻ തെളിവുകൾ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് കാണാം, വഹിയൽ മലായിക വൽ ജിന്നു വൽ മസീഹു ഉസൈർ, ആരൊക്കെയാണിത്? ഇതിൽ വിഗ്രഹങ്ങൾ മാത്രമല്ല, ബിംബങ്ങൾ മാത്രമല്ല, ഇതിൽ മലക്കുകൾ പെടും, ജിന്നുകൾ പെടും, മസീഹ് പെടും, ഉസൈർ പെടും. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ലാ യഖ്ദുറൂന, അവർക്ക് കഴിയുകയില്ല. നമ്മളിൽ പലരും വിശ്വസിക്കുന്നത് നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്പിയാക്കൾക്ക് കഴിയും, അതേപോലെ മലക്കുകൾക്ക് കഴിയും, ദൂതന്മാർക്ക് കഴിയുമെന്നാണ്. എന്നാൽ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, ലാ യഖ്ദുറൂന, അവർക്ക് കഴിയുകയില്ല, മലക്കുകൾക്ക് കഴിയില്ല, ജിന്നുകൾക്ക് കഴിയില്ല, ഈസാ നബി അലൈഹിസ്സലാമിന് കഴിയില്ല, ഉസൈർ നബി അലൈഹിസ്സലാമിന് കഴിയില്ല. എന്തിന് കഴിയില്ല? അലാ കശ്ഫിൽ ദുരി വലാ അലാ തഹ്സീലിൻ നഫ്ഇ, ഏതെങ്കിലും തരത്തിലുള്ള ഉപകാരങ്ങൾ ചെയ്യുവാനോ അതല്ലെങ്കിൽ ഉപദ്രവങ്ങളിൽ നിന്ന് നീക്കുവാനോ രക്ഷപ്പെടുത്തുവാനോ കഴിയുകയില്ല എന്ന് വളരെ കൃത്യമായി തന്നെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അഥവാ അല്ലാഹുവിന് മാത്രമേ ഇത്തരം കഴിവുകളുള്ളൂ, മറ്റുള്ള ആളുകൾക്ക് കഴിയില്ല എന്നതുകൊണ്ടാണ് അല്ലാഹുവിനോട് മാത്രമായിരിക്കണം ദുആ ചെയ്യേണ്ടത് എന്ന് നാം പറയുന്നത്, നമ്മുടെ തെളിവുകൾ വിശദീകരിക്കുന്നത്. അതേപോലെ തന്നെ വീണ്ടും വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം, ഇത്തരം ആളുകൾക്ക് കഴിവില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നു, വല്ലദീന തദഊന മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമെ ദുആ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശക്തികൾ എന്താണ് അവരുടെ പ്രത്യേകത? അവരുടെ പ്രത്യേകത മാ യംലികൂന മിൻ ഖിത്മീർ, അവർക്ക് ഒരു കാരക്കക്കുരുവിന്റെ പാട പോലുള്ള പാടയുടെ അത്ര പോലും കഴിവവർക്കില്ല. ഇൻ തദഊഹും, നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ ദുആ അവർ കേൾക്കില്ല. വലൗ സമിഉ, ഇനി കേട്ടാൽ തന്നെ മസ്തജാബു ലക്കും, ഉത്തരം നൽകുകയില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നാളെ പരലോകത്ത് ഈ ശിർക്കിനെ നിഷേധിക്കും. അഥവാ ഇവരോട് സഹായം തേടൽ അവർക്ക് കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട്, അവർ സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവരോട് സഹായം തേടൽ അത് ശിർക്കാണ് എന്നിവിടെ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. പണ്ഡിതന്മാർ ആ കാര്യം സൂചിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ അതുകൊണ്ട് തന്നെ അല്ലാഹുവാണ് എല്ലാ കഴിവുകളുടെയും ഉടമസ്ഥൻ എന്നംഗീകരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കും തന്നെ നമ്മുടെ ദുആ കേൾക്കുവാൻ അതിന് ഉത്തരം ചെയ്യാനുള്ള കഴിവ് നൽകിയിട്ടില്ല എന്ന് പടച്ചതമ്പുരാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥനക്കർഹനായി
അള്ളാഹു പരിചയപ്പെടുത്തിയ സവിശേഷതകൾ അവന് മാത്രം അവകാശപ്പെട്ടതുകൊണ്ട് അവനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നർത്ഥം. നാം ഇവിടെ പ്രമാണങ്ങളായി സൂചിപ്പിച്ച വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ആയത്തുകളും അതിന് പണ്ഡിതന്മാർ നൽകിയ വിശദീകരണങ്ങളുമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇനി രണ്ടാമതായി സുന്നത്തിൽ നിന്നുള്ള പ്രമാണങ്ങൾ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടായാൽ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ നിങ്ങൾ എന്നോട് ഇസ്തിഗാസ നടത്തിക്കൊള്ളുക, ഞാൻ നിങ്ങൾ ഇസ്തിഗാസ നടത്തിയാൽ നിങ്ങൾക്ക് ഉത്തരം നൽകാൻ ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തനിക്ക് മുമ്പ് വന്ന ഏതെങ്കിലും നബിമാരോട് ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ഇസ്തിഗാസ നടത്തിയതായി സന്താന സൗഭാഗ്യത്തിന്, രോഗശമനത്തിന്, നമ്മുടെ നാടുകളിൽ ഇന്ന് മരണപ്പെട്ടു പോയ മഹാന്മാരോട് നടത്തുന്നത് പോലെയുള്ള ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് ഇസ്തിഗാസ നടത്തിയതായി സഹീഹായ ഒരു ഹദീസും നമുക്ക് കാണാൻ കഴിയില്ല. മാത്രമല്ല അള്ളാഹുവിന്റെ റസൂൽ നടത്തിയ പ്രാർത്ഥനകൾ അള്ളാഹുവിനോടാണ്, പഠിപ്പിച്ച പ്രാർത്ഥനകളും അള്ളാഹുവിനോടാണ്. അത് മനസ്സിലാക്കിയ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഒരിക്കലെങ്കിലും പ്രാമാണികമായി അള്ളാഹുവിന്റെ റസൂലിന്റെ ഏതെങ്കിലും അനുയായികൾ, ഏതെങ്കിലും സഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനരികിൽ ചെല്ലുകയും നബിയെ ഞങ്ങൾക്ക് ഈ ആവശ്യമുണ്ട്, അതുകൊണ്ട് ആവശ്യം അങ്ങ് പൂർത്തീകരിച്ചു തരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുകയും ചെയ്ത, സഹായം തേടുകയും ചെയ്ത ഒരു സംഭവവും എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ ഇത് പിഴച്ചതാകുന്നു, ഇത് ചെയ്യാൻ പാടില്ലാത്തതാകുന്നു, ഇത് അനുവദനീയമായ മാർഗമല്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് സഹാബിമാർ മനസ്സിലാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പോലും അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്തിട്ടില്ല, ഇബ്രാഹിം നബിയോട് ദുആ ചെയ്തിട്ടില്ല, ഇസ്മായിൽ നബിയോട് ദുആ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കി. പൂർവികന്മാരായ പണ്ഡിതന്മാരും വളരെ കൃത്യമായി ഈ കാര്യം തന്നെയാണ് പഠിപ്പിച്ചത്. ഈ ഹദീസുകളെ സാധാരണയായി അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ നടത്താമെന്നതിന് തെളിവായി ചിലർ വ്യാഖ്യാനിക്കാറുള്ള ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. വഫീഹി ദലീലുൻ അലാ അന്ന കലിമാത്തില്ലാഹി ഗൈറു മഖ്ലൂഖ. ഈ ഹദീസിൽ തെളിവുണ്ട് അല്ലാഹുവിന്റെ കലിമത്ത് എന്നത് അത് ഗൈറു മഖ്ലൂഖാണ്, അഥവാ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന് പറയില്ല. കാരണം എന്താണ്? ലിഅന്നഹു ലാ യുസ്തആദു ബിമഖ്ലൂഖിൻ. ഒരു സൃഷ്ടിയോട് ഇസ്തിഗാസ നടത്താൻ പാടില്ലല്ലോ എന്ന് മാത്രമല്ല മറ്റൊരിടത്ത് ഇങ്ങനെ തന്നെ കാണാം. മാ അമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹദൻ അൻ യസ്തഈദ ബിമഖ്ലൂഖിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും സൃഷ്ടിയോട് സഹായം തേടാൻ ഒരിക്കൽ പോലും കൽപ്പിച്ചിട്ടില്ല. അൻ യസ്തഈദ ബിമഖ്ലൂഖിൻ, ഒരു സൃഷ്ടിയോടും തേടാൻ കൽപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൃഷ്ടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ലാത്തത് കൊണ്ട് തന്നെ നാം പറയുന്നു സഹായം തേടൽ, ദുആ നടത്തൽ അത് അല്ലാഹുവിനോട് മാത്രമേ പാടുള്ളൂ. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മുജാഹിദുകൾ അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥന നടത്താൻ പാടുള്ളൂ, അള്ളാഹുവിനോട് മാത്രമേ ഇസ്തിഗാസ നടത്താൻ പാടുള്ളൂ എന്ന് കൃത്യമായി വിശദീകരിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന അള്ളാഹുവിന്റെ സിറാത്ത് മുസ്തഖീമിലൂടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സിറാത്ത് മുസ്തഖീമിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളോടും നമുക്ക് പറയാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മാതൃക സ്വീകരിക്കണമെന്നാണ്. അമ്പിയാക്കളുടെ മാർഗമാണല്ലോ സിറാത്ത് മുസ്തഖീം. ഒരൊറ്റ നബിയും അള്ളാഹുവിനോടല്ലാതെ സഹായം തേടിയിട്ടില്ല. അവസാന നബിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹുവിനോടല്ലാതെ സഹായം തേടിയതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഈ വിഷയങ്ങൾ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ, അതിന് പണ്ഡിതന്മാർ നൽകിയ വ്യാഖ്യാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഉദ്ധരിക്കപ്പെടുന്ന ഇതിനെതിരായി ഉദ്ധരിക്കപ്പെടുന്ന മറ്റ് തെളിവുകൾ ചോദ്യോത്തര സന്ദർഭങ്ങളിലും മറ്റ് സന്ദർഭങ്ങളിലും നമുക്ക് വിശദീകരിക്കാം. പറഞ്ഞ കാരണങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവുക. അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്നതിന് അടിസ്ഥാനമായി അവൻ പറഞ്ഞ ഒരു കാരണവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ മറ്റാർക്കെങ്കിലുമോ ബാധകമായ കാര്യമല്ല. അതുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. മറ്റൊന്ന്, അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ അവൻ കൽപ്പിച്ചു, അതേപോലെ തന്നെ മറ്റാരോടും ദുആ ചെയ്യരുതെന്ന് കൽപ്പിച്ചു. കേൾക്കുവാനും ഉത്തരം ചെയ്യുവാനുമുള്ള കഴിവില്ല എന്നും പടച്ചതമ്പുരാൻ വിശദീകരിച്ചു. ഈ സത്യം ഉൾക്കൊണ്ട് സിറാത്ത് മുസ്തഖീമിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മാർഗത്തിലൂടെ മുന്നേറാൻ പടച്ചതമ്പുരാൻ നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സഹോദരങ്ങളെ, മുജാഹിദ് വിഭാഗത്തിൻ്റെ വിഷയാവതരണമാണ് ഇവിടെ അവസാനിച്ചത്. നേരത്തെ വ്യവസ്ഥയിലുള്ളതുപോലെ വിഷയം അവതരിപ്പിച്ച ആളുകളോട് മറുപക്ഷത്തിന് ചോദ്യമുന്നയിക്കുവാനുള്ള അവസരമാണ് ഇനി നമ്മുടെ ഈ പരിപാടിയിലുള്ളത്.
അപ്പോൾ 3 മിനിറ്റ് സമയമാണ് പരമാവധി ചോദ്യത്തിനുള്ളത്. 5 മിനിറ്റ് സമയത്തിനുള്ളിൽ ഉത്തരം നൽകുകയും വേണം. ഈ രൂപത്തിൽ 1.5 മണിക്കൂറാണ് ചോദ്യോത്തര പരിപാടി ഈ ഒന്നാമത് വിഷയം അവതരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് നടക്കാനുള്ളത്. അപ്പോൾ ഇനി ചോദ്യം ഉന്നയിക്കുവാനുള്ള അവസരം സുന്നി പക്ഷത്തിനാണ്. ചോദ്യം ഉന്നയിക്കുവാൻ 3 മിനിറ്റിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ചോദ്യം ഉന്നയിക്കുവാൻ ബഹുമാന്യരായ സുന്നി പക്ഷത്തെ പണ്ഡിതന്മാരെ ക്ഷണിച്ചോളൂ. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين والحمد لله رب العالمين. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ സംവാദം നല്ല രൂപത്തിൽ ഇതിൻ്റെ അവസാനം വരെ അല്ലാഹു തആല ആ രൂപത്തിലാക്കി തരുമാറാവട്ടെ. മുജാഹിദ് വിഭാഗത്തിൻ്റെ വിഷയാവതരണം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു. സത്യത്തിൽ ആദ്യമായി ഒരു കാര്യം പറയാനുള്ളത്, കോട്ടക്കലിൽ വെച്ച് നമ്മൾ ഉണ്ടാക്കിയ വ്യവസ്ഥ, ആ വ്യവസ്ഥയിൽ ഒതുങ്ങിയ രൂപത്തിലായിരിക്കണം നമ്മുടെ ചർച്ച. ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഇൻഷാ അല്ലാഹ് വേണമെങ്കിൽ നമുക്ക് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഇരിക്കാം, അതിന് പ്രശ്നമില്ല. അപ്പൊ അതുകൊണ്ട് സാധാരണ നടത്തുന്നത് പോലെയുള്ള ഒരു കവല പ്രസംഗം എന്നതല്ലാതെ വ്യവസ്ഥ ഒന്ന് വായിച്ചു വേണ്ടിയിരുന്നു വിഷയാവതരണം നടത്താനെന്ന്. അതുകൊണ്ട് എൻ്റെ പ്രധാനപ്പെട്ട ഒറ്റ ചോദ്യം, അത് മാത്രം ഇൻഷാ അല്ലാഹ് ഈ സമയത്ത് ഞാൻ ചോദിക്കുന്നു. വിഷയത്തിൽ വളരെ പ്രധാനമായ ചോദ്യമാണ്, അതുകൊണ്ട് തന്നെ അതിന് മാത്രം ഉത്തരം പറയുക എന്ന ശൈലിയായിരിക്കണം. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അവസരോചിതമായി പറയാം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ ചോദിക്കുന്നത് വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ ചോദ്യം എങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊന്നും പറയാൻ നിൽക്കണ്ട. വളരെ വ്യക്തമായ ഒരു ചോദ്യം. ഒരു മുഖ്യനായ മനുഷ്യൻ ഇക്കാലത്ത് മഹാനായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണല്ലോ നമ്മുടെ വിഷയം. വിഷയത്തിൽ നിന്ന് മാറിപ്പോവലില്ല. ഒരു മുഖ്യനായ മനുഷ്യൻ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉൻദുർനാ എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ വാക്ക് ശിർക്കാണോ അല്ലേ? അത് നിങ്ങളൊന്ന് വിശദീകരിക്കണം. വിഷയം അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് തൃപ്തികരമായ രൂപത്തിലാവില്ല എന്നറിയാവുന്ന മറുവിഭാഗം സ്വാഭാവികമായും അതൊരു കവലപ്രസംഗമാണ് എന്ന് ആദ്യം തന്നെ പറയാൻ തീരുമാനിക്കും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അതുകൊണ്ട് തന്നെ അത് പറഞ്ഞതിൽ പരാതിയില്ല, അത് പറയണമല്ലോ. വ്യവസ്ഥയിൽ ഒതുങ്ങണം എന്നാണ് മറ്റൊരു കാര്യം ഇവിടെ സൂചിപ്പിച്ചത്. വ്യവസ്ഥയിൽ ഒതുങ്ങിക്കൊണ്ട് മാത്രമാണ് ഞാൻ വിഷയം അവതരിപ്പിച്ചത്, അല്ലെങ്കിൽ പറയാൻ ഒരുപാടുണ്ട്. വിഷയം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായാർത്ഥന നടത്തലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ല ആരോടായാലും സഹായാർത്ഥന നടത്തേണ്ടത് അള്ളാഹുവിനോടാണ് എന്ന് അള്ളാഹു പറഞ്ഞു. അതിനുള്ള കാരണങ്ങൾ അള്ളാഹു വിശദീകരിച്ചു. ആ കാരണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാരണങ്ങളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്താണ്. അല്ലാഹുവിന്റെ റസൂൽ സ്രഷ്ടാവല്ല. അല്ലാഹുവിന്റെ റസൂൽ എല്ലാ രാപ്പകലുകളെ സംവിധാനിച്ചത്. അല്ലാഹുവിന്റെ റസൂലല്ല എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലല്ല ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ സൃഷ്ടിച്ചതും നമ്മെ രൂപപ്പെടുത്തിയതും. ആ സൃഷ്ടിച്ച രൂപപ്പെടുത്തിയ എല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സ്രഷ്ടാവായ പടച്ചതമ്പുരാനോട് പ്രാർത്ഥിക്കണം എന്നതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോൾ ആ സ്രഷ്ടാവല്ലാത്ത ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല. ഇതല്ലേ ഇവിടെ ചർച്ചാ വിഷയം. ആ ചർച്ചാ വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് മാത്രമാണ് വിഷയം അവതരിപ്പിച്ചത്. ഖുർആൻ ഉദ്ധരിച്ച തെളിവുകൾ അതിനായിരുന്നു.
അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഉദ്ധരിച്ച തെളിവുകളും അത് തന്നെയാണ്. അള്ളാഹുവിന്റെ റസൂല് പ്രാർത്ഥിച്ചത് അള്ളാഹുവിന്റെ റസൂലിന് മുമ്പ് കഴിഞ്ഞു പോയ നബിമാരോടല്ല, കാരണം വിശുദ്ധ ഖുർആൻ അതാണ് പഠിപ്പിച്ചത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് വിശദീകരിച്ചത്. അഥവാ വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ടല്ല സംസാരം എന്നത് മുൻകൂട്ടി പറയാൻ തീരുമാനിച്ചത് കൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉൻദുർന എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണോ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ഉൻദുർന എന്ന് പറയുന്നു, എന്താണ് അയാൾ അത് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്? വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉൻദുർന എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് നമ്മെ കാണണമെന്നും അള്ളാഹുവിന്റെ റസൂല് നമ്മെ നോക്കണമെന്നും നാം പറയുന്നത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ആ ആവശ്യം പരിഗണിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണെങ്കിൽ ചോദ്യത്തിന് പ്രസക്തിയില്ല. എനിക്കിപ്പോൾ സംശയം വരുന്നത് മറുവിഭാഗം വ്യവസ്ഥ വായിച്ചു നോക്കിയിട്ടില്ലേ എന്നാണ്. അത് ശിർക്കാണ് എന്ന് തന്നെയാണ് നാം ഇവിടെ രേഖപ്പെടുത്തി വെച്ചത്. എന്താ അടിസ്ഥാനത്തിലാണ് ഇയാൾ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ പറയുന്ന എന്റെ പ്രയാസങ്ങൾ കേൾക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ പ്രയാസത്തിന് ഉത്തരം നൽകും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ പ്രയാസം അറിയുകയും അത് പരിഹരിക്കുകയും ചെയ്യും എന്ന വിശ്വാസത്തോടു കൂടിയാണ് ഉൻദുർന എന്ന് പറയുന്നതെങ്കിൽ അത് ശിർക്കാണ്, അത് പാടില്ലാത്തതാണ്, അതിനെയാണ് ഇസ്ലാം വിരോധിച്ചത് എന്ന് വളരെ കൃത്യമായി വ്യവസ്ഥയിൽ തന്നെ നാം എഴുതി വെച്ചതാണ്. അത് വായിക്കുന്ന ആ വ്യവസ്ഥ വായിച്ച് നമ്മുടെ ഇരു വിഭാഗത്തിന്റെയും വാദങ്ങൾ മനസ്സിലാക്കിയ ഒരു വിഭാഗത്തിൽ നിന്ന് ഒരിക്കലും ഇത്തരം ഒരു ചോദ്യം ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. നാം ഇവിടെ കൃത്യമായി വിശദീകരിച്ചു ആ കാര്യങ്ങൾ. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാതിരിക്കാൻ പറഞ്ഞത്, അതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒഴിവാക്കാൻ അള്ളാഹുവിന്റെ റസൂലിനോട് നിങ്ങൾക്ക് ദുആ ചെയ്യാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തിന് ശേഷം ദുആ ചെയ്യാം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ല. എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്. അങ്ങനെയാണ് സഹാബത്ത് മനസ്സിലാക്കിയതും. വേറെ ആരോടും ദുആ ചെയ്യാൻ പാടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുആ ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ കേൾക്കാൻ കഴിയും എന്ന വിശ്വാസം സഹാബികൾക്കുണ്ടായിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് വഫാത്തായി കിടന്ന സമയത്തെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ സഹായം തേടുമായിരുന്നു. തേടിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേൾക്കും, കാണും, അറിയും, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു തരും എന്നാണെങ്കിൽ ആ വിശ്വാസത്തോടു കൂടി സഹാബികൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ചരിത്ര സംഭവങ്ങൾ ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമായിരിക്കണം, ഇസ്തിഗാസ അള്ളാഹുവിനോട് മാത്രമായിരിക്കണം എന്നതിന് കൃത്യമായി നാം പറഞ്ഞ തെളിവുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൽ നിന്ന് ഈ പ്രമാണങ്ങളെ ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു ചോദ്യമല്ല മറുവിഭാഗം ചോദിച്ചിരിക്കുന്നത് എന്നെല്ലാവർക്കും അറിയാം. ഒട്ടും പ്രസക്തമല്ലാത്ത, അതല്ലെങ്കിൽ വിഷയവുമായി ബന്ധപ്പെടാത്ത ഒരു ചോദ്യമാണ് മറുവിഭാഗം ചോദിച്ചത്. ആ കാര്യം ഞാൻ ഇവിടെ വിശദീകരിച്ചു. എനിക്ക് മറുവിഭാഗത്തോട് പറയാനുള്ളത്, ആളുകൾ മൗലവി ചോദ്യം കേട്ടപ്പോ പെട്ടെന്ന് ഞെട്ടി എന്ന് മനസ്സിലായി. അതാണ് അദ്ദേഹത്തിന്റെ ആ ബേജാറ് സൂചിപ്പിക്കുന്നത്. അത് സ്വാഭാവികമാണ്. ഞാൻ പറഞ്ഞു ഇത് വിഷയമായി ബന്ധമില്ല എന്ന് അദ്ദേഹം വളരെ പാടുപെട്ടാണ് പറയുന്നത്. ഇക്കാലത്ത് ചോദ്യം ശരിക്കും ശ്രദ്ധിക്കണം. അതിന്റെ ആമുഖമായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. ഇക്കാലത്ത് ജീവിച്ചിരിക്കുന്ന ഒരു മുസ്ലിം മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി ആ റസൂലുള്ളാഹിയോട് ഉൻദുർന എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണോ എന്നാണ് ചോദ്യം. അപ്പൊ മൂപ്പരെ മറുപടി, അത് ഒന്ന് ചിന്തിക്കാറുണ്ട്. ഞാൻ പറയുന്നത് ഈ സംവാദം മുതലായി നിങ്ങൾ പറയുന്ന ഒരു വീട്ടിൽ നിന്ന് പിടിച്ചത് കേൾക്കുമ്പോഴേക്ക് ഓ ശിർക്ക് എന്ന് ഉറക്കെ പറയുന്ന മൗലവിമാർ ഇപ്പൊ പറയുന്നത് ഉൻദുർന എന്ന് പറഞ്ഞപ്പോഴേക്ക് തീരുമാനിക്കാൻ വയ്യ. പിന്നെ അയാൾ എന്താണ്, അയാളുടെ മനസ്സൊക്കെ ഒന്ന് നോക്കണം. അപ്പൊ മുഹിയദ്ദീൻ ശേഖ് ആവേണ്ടി വരില്ലേ? വല്ലാത്തടക്കാരനെ. എന്റെ ചോദ്യം അതല്ല. ഉൻദുർന എന്ന് പറഞ്ഞു പിന്നെ വെറുതെ ഒരാൾ പറയൂ, അത് ഏതെങ്കിലും പൊട്ടന്മാര് പറഞ്ഞല്ലാതെ നമ്മുടെ ഭാഷ എന്താ? ഉൻദുർന എന്ന് ഒരു ഫായിൽ മുഖ്താർ അഥവാ ഒരു വിശേഷ ബുദ്ധിയുള്ള മനുഷ്യന് ഉൻദുർന എന്ന് പറയുമ്പോ അതിന് ലക്ഷ്യമുണ്ടാവും. അപ്പൊ ഇക്കാലത്ത് ജീവിക്കുന്ന ഒരു മുസ്ലിം ഉൻദുർന എന്ന് നമ്മുടെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി ആ റസൂലുള്ളാഹിയോട് പറഞ്ഞാൽ അത് ശിർക്കാണോ അല്ലേ? എന്താ പറയാനൊരു താല്പര്യം? പിന്നെ അദ്ദേഹത്തിന്റെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ഇരിക്കട്ടെ, അതൊക്കെ ഞങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ ഓതില്ല ആയത്തുകള് ഇൻഷാ അല്ലാഹ് പോസ്റ്റ്മോർട്ടം ചെയ്യാനിരിക്കുന്നു. അതൊക്കെ ഞങ്ങൾ പറഞ്ഞൊക്കെ തെളിവുകളോടെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ആ രക്ഷപ്പെടൽ തൽക്കാലം ഇവിടെ നടക്കൂല. എന്റെ ചോദ്യം ഇതാ, ഉൻദുർന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്
തങ്ങളോട് ഒരാള് ജീവിതകാലത്ത് അങ്ങോട്ട് പറഞ്ഞാൽ അതെ ഉന്തുർന അത് വിഷയവുമായി ബന്ധപ്പെട്ടതല്ല എന്ന് പറയണ്ട. നമ്മുടെ വിഷയം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം ചോദിക്കൽ മരിച്ചുപോയ ഇക്കാലത്ത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായില്ലേ ആരോടാ സഹായം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. ഉന്തുർന എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങയുടെ നോട്ടം ഉണ്ടാവണം, അങ്ങൊന്ന് ശ്രദ്ധിക്കണം, അങ്ങയുടെ നോട്ടം ഉണ്ടാകണം. ഇതൊരു സഹായം തന്നെയാണ്. അപ്പൊ സഹായാർത്ഥനയാണ്. അപ്പൊ മരിച്ചുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞങ്ങളെ ഒന്ന് സഹായിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങയുടെ ആ തിരുനോട്ട് ഞങ്ങൾക്കുണ്ടാവണം എന്നും ഇക്കാലത്ത് ഒരു മുസ്ലിം പറഞ്ഞാൽ അത് ശിർക്കാണോ അല്ലേ? ഈ പറഞ്ഞത് ശിർക്കാണോ അല്ലേ? അതാണ് ചോദിച്ചത്. മറുപടി വ്യക്തമായില്ല, ഒന്നുകൂടി വ്യക്തമാവണം. പ്രസംഗം നടത്തണ്ട. ആയത്ത് ചോദിച്ചിട്ടില്ല, ഹദീസ് ചോദിച്ചിട്ടില്ല, ഒന്നും ചോദിച്ചിട്ടില്ല. ചോദിച്ചതിന് മറുപടി മാത്രം പറഞ്ഞാൽ മതി. വിഷയാത നമ്മൾ ചോദിക്കും, അനുത്തരം പറയും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഒരുപാട് ഹദീസുണ്ട്, ആയത്തുണ്ട്. നിങ്ങൾ ചോദിക്കൂ, ഞങ്ങളുടെ അവസരം വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കൂ, ഞങ്ങൾ ഓരോന്ന് പറഞ്ഞു തരും. ഇപ്പൊ ഞങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾ മറുപടി പറയണം. ബേജാറാവൊന്നും വേണ്ട. സംഗതിയൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ശരിയാക്കാൻ കഴിയും. ഉന്തുർന എന്ന് പറയാൻ പറ്റുമോ ഇല്ലേ? അത് തന്നെയാണ് ഇവിടെ വിഷയത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗം. മരിച്ചുപോയതിൽ ഇത് തർക്കമില്ലല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയോട് ഇക്കാലത്ത് ജീവിച്ചിരിക്കുന്ന ഒരു മുസ്ലിം ഉന്തുർന എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നും കൂടി ഉറച്ചു മൂപ്പര് വ്യവസ്ഥ വായിച്ചിട്ടില്ല, ആയത്ത് ചോദിച്ചിട്ടില്ല, ഹദീസ് ചോദിച്ചിട്ടില്ല എന്നാണ് മൂപ്പര് പറയുന്നത്. നമ്മളെ പ്രമാണം തന്നെ ആയത്ത് ഹദീസാണ്. നിങ്ങളുടെ ചോദ്യത്തിന് പിന്നെ ഞങ്ങൾ മറുപടി തരുന്നുണ്ട് ആയത്ത് ഹദീസും കൊണ്ടല്ലേ. ആയത്ത് ഞാൻ ചോദിച്ചിട്ടില്ല, ഹദീസ് ഞാൻ ചോദിച്ചിട്ടില്ല, അതൊക്കെ പിന്നെ അല്ല. നമ്മുടെ പ്രമാണത്തിൽ തന്നെ തെളിവെന്താണ്? നമ്മുടെ വ്യവസ്ഥയിൽ തന്നെ പ്രമാണങ്ങളായി എഴുതി വെച്ചത് ഖുർആനും സുന്നത്താണ്. ഖുർആൻ എന്ന് പറഞ്ഞ ആയത്താണ്, സുന്നത്ത് എന്ന് പറഞ്ഞ ഹദീസാണ്. അത് ഞാൻ പറയുമ്പോ ആ പ്രമാണങ്ങൾ കേട്ടിട്ട് ഞെട്ടിയത് കൊണ്ടാണ് നമ്മൾ ഞെട്ടി എന്നിങ്ങനെ മൂപ്പർ വിചാരിക്കുന്നത്. പിന്നെയോ ഞാൻ ചോദിച്ചു എന്താ ഉദ്ദേശിക്കുന്നത്? അത് എന്തുദ്ദേശിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെ മൂപ്പർ പറഞ്ഞു തുടങ്ങി. പക്ഷെ അവസാനം മൂപ്പരോട് പറഞ്ഞേ സഹായിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിക്കുമെന്ന വിശ്വാസത്തോടെ പറഞ്ഞു വ്യവസ്ഥയിൽ എഴുതി ശിർക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിക്കുമെന്ന വിശ്വാസത്തോട് നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങൾ പറയില്ലാന്ന് വിചാരിച്ചിട്ടാണ് എഴുന്നേറ്റുന്നത്. പക്ഷെ നിങ്ങളുടെ പ്രസംഗത്തിൽ, നിങ്ങളുടെ ചോദ്യത്തിൽ നിങ്ങൾ പറഞ്ഞു സഹായിക്കും എന്ന വിശ്വാസത്തോടെ. നമ്മൾ വ്യവസ്ഥയിൽ എഴുതിയതാണല്ലോ. നബി സല്ലല്ലാഹു മരിച്ചുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായം തേടൽ എന്ന് തന്നെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ആ സഹായം തേടൽ ശിർക്കാണ്. അതിനാണ് ആയത്ത് ധരിച്ചത്, അതിനാണ് ഹദീസ് ധരിച്ചത്. പിന്നെ ഞങ്ങൾ മൊഹീദ്ദീൻ ശേഖിന്ന് വിളിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ശിർക്കാന്ന് പറയുന്നില്ലെന്ന് ഞങ്ങൾ അങ്ങനെ പറയുന്നില്ല. നേരെ മറിച്ച് ഈ നാട്ടിലുള്ള വിശ്വാസം എന്താണ്? നിങ്ങൾ പ്രചരിപ്പിക്കുന്ന വിശ്വാസം എന്താണ്? മൊഹീദ്ദീൻ ശേഖ് റഹ്മത്തുള്ളാഹി അലൈഹി എല്ലാം കാണുവാനും എല്ലാം അറിയുവാനും, അള്ളാഹു കാണും പോലെ കാണാനും അള്ളാഹു കേൾക്കും പോലെ കേൾക്കാനും അള്ളാഹു അറിയും പോലെ അറിയാനുമുള്ള കഴിവ് ശേഖ് ജീലാനിക്കും അതേപോലെയുള്ള ഔലിയാക്കൾക്കും ഉണ്ട് എന്ന് നിങ്ങൾ ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും ആ പ്രചാരണത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ വിശ്വസിക്കുകയും അങ്ങനെ ശേഖ് ജീലാനിയോട് ജനങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഞങ്ങൾ എതിർക്കുന്നത്. അല്ലാതെ ഒരാള് ശേഖ് എന്ന് വിളിച്ചത് മാത്രമല്ല പ്രശ്നം. ഞങ്ങളപ്പോഴും ഇപ്പോഴും ഇത്തരം വിഷയങ്ങളിലൊക്കെ മാത്രം നിങ്ങൾ ഞങ്ങളെ പറ്റി പറയലെന്നെ എന്താണ്? ഉമർ മൗലവി അദ്ദേഹത്തിന്റെ സരസബിയിൽ എഴുതി വിഗ്രഹത്തിന് മുമ്പിൽ സുജൂദിൽ കിടക്കുന്നത് കണ്ടാൽ പറയാൻ പാടില്ല, അയാളുടെ വിശ്വാസം എന്താണ് എന്ന് ഞങ്ങൾ പറഞ്ഞു. എന്ന് ഞങ്ങൾക്കെതിരെ നിങ്ങൾ സാധാരണ ഉന്നയിക്കാറുള്ള ആരോപണം പോലും ഇവിടെ എത്തിയപ്പോ മറന്നുപോയത് ബേജാറ് കൊണ്ടായിരിക്കാം. ബേജാറ് നിങ്ങൾ ആദ്യം മുതൽ തന്നെ പ്രകടിപ്പിക്കാൻ തുടങ്ങിയതാണല്ലോ, അതിവിടെയുള്ള ആളുകളൊക്കെ കണ്ടതുമാണ്. അതുകൊണ്ട് ബേജാറ് വേണ്ടതില്ല. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. 1.5 മണിക്കൂർ സമയം നമ്മുടെ ചോദ്യോത്തരം തന്നെയാണ്. നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരമുണ്ട്. നിങ്ങളുടെ ചോദ്യത്തിന് കൃത്യമായി ഞാൻ മറുപടി പറഞ്ഞു. നിങ്ങൾ ചോദിച്ചത് ഉന്നുർന എന്ന് പറയാൻ പറ്റുമോ എന്നാണ്. ഞാൻ എന്റെ മറുപടിയിൽ ചോദിച്ചു ഉന്നുർന പറയുമ്പോൾ എന്താണ് ഉദ്ദേശം? നിങ്ങൾ നിങ്ങളുടെ രണ്ടാമത്തെ ചോദ്യത്തിൽ അങ്ങനെ ഉദ്ദേശം പറയില്ല എന്ന നിലയിൽ തുടങ്ങിയെങ്കിലും സഹായം തേടാനാണ് ഉദ്ദേശം എന്ന് നിങ്ങൾ സമ്മതിച്ചു. അത് ശിർക്കാണെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഞാൻ നേരത്തെ ഓതിയ വിശുദ്ധ ഖുർആനിലെ ആയത്തുകളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച തിരുവചനങ്ങളാണ്, അതേ പണ്ഡിതന്മാർ നൽകിയ വ്യാഖ്യാനങ്ങളാണ്. കാരണം സഹായം തേടൽ അള്ളാഹുവിനോട് മാത്രമാണ് നടത്തേണ്ടത്. അള്ളാഹുവല്ലാത്തവരോട് സഹായം തേടാൻ പാടില്ല. ഇവിടെ നിങ്ങൾ പറഞ്ഞു സഹായം തേടലാണ് എന്ന് നിങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവല്ലാത്തവരോട് സഹായം തേടാൻ, നബിമാരോട് സഹായം തേടാൻ അള്ളാഹു പഠിപ്പിക്കാത്തത് കൊണ്ട്, നബിമാരാരും തന്നെ അള്ളാഹുവല്ലാത്തവരോട് സഹായം തേടാത്തത് കൊണ്ട്, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിൽ മറ്റ് നബിമാരോട് സഹായം തേടാത്തത് കൊണ്ട്, അതേപോലെ തന്നെ വിഷയാവതരണത്തിൽ ഞാൻ സൂചിപ്പിച്ച കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉന്നുർന എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ സഹായം തേടുകയാണെങ്കിൽ അത് ശിർക്കാണ്. ആ കാര്യത്തിൽ തർക്കമില്ല. അത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായാർത്ഥന നടത്താൻ ശിർക്കാണ്. ആ സഹായാർത്ഥനയായിട്ടാണ് ഉംറുന എന്ന് പറഞ്ഞതെങ്കിൽ ശിർക്ക് എന്ന് മനസ്സിലാക്കാൻ അസാമാന്യ ബുദ്ധിയൊന്നും ആവശ്യമില്ല. നേർക്ക് നേരെ വ്യവസ്ഥ വായിക്കുന്ന ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. എന്നിട്ടും വലിയ ചോദ്യമാണ് എന്ന നിലയിൽ കൊണ്ടുവന്നത് അത് വെച്ച് ആളുകളിൽ നിന്ന് കബളിപ്പിക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ അദ്ദേഹത്തോട് തന്നെ പറഞ്ഞു പോയി സഹായം തേടലാണ്, ഇനി രക്ഷയില്ലല്ലോ, സഹായം തേടലാണെങ്കിൽ ശിർക്കാണ്, അത് പറയാതിരിക്കാനുള്ള ശ്രമം വിലപ്പോയില്ല എന്നർത്ഥം. സാരമില്ല, വിചാരിക്കാത്ത പലതും നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഇനിയും പുറത്തേക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ, കൊണ്ടുവരും. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. ഖുർആനിലെ ആയത്തുകൾ അങ്ങോട്ട് കടന്നു വരുമ്പോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളും സുന്നത്തുകളും കടന്നു വരുമ്പോ പുറത്തേക്ക് വരും. അത് ജനങ്ങൾ മനസ്സിലാക്കും. മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച പല കാര്യങ്ങളുണ്ട് എന്നാ പറഞ്ഞു. മൂപ്പര് വീണ്ടും മുഹിയുദ്ദീൻ മാലിയിലേക്കാണ് പോകുന്നത്. അതിരിക്കട്ടെ, അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഞാൻ പറഞ്ഞു പോയത് സഹായം ചോദിക്കലാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ഉന്നുർന എന്ന ആ വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? അങ്ങയുടെ തിരുനോട്ടം ഞങ്ങൾക്ക് ഉണ്ടാവണം, അങ്ങ് ഞങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണം. ഇത് പറഞ്ഞാൽ അത് വെറുതെ പറയില്ല, അത് എല്ലാവർക്കും ഉറപ്പല്ലേ? അപ്പൊ ഈ കാലത്ത് ജീവിച്ചിരിക്കുന്ന ഒരു മുസ്ലിം മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉന്നുർന എന്ന ഒരു വാക്ക് പറഞ്ഞാൽ അത് ശിർക്കാണോ അല്ലേ എന്നാണ് ചോദിച്ചത്. അവസാനം അതിൽ രണ്ട് വിഷയമാണ് പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. ഒന്ന്, ആ വാദം അഥവാ ഉന്നുർന എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ശിർക്കാവുകയില്ല എന്ന് നിങ്ങൾ ആദ്യമായി സമ്മതിച്ചു. പിന്നെ എന്ത് ചെയ്യണം? ഉന്നുർന എന്ന് പറയുകയും അവന്റെ വിശ്വാസം എന്ന് നോക്കുകയും ചെയ്യണം. എന്നിട്ട് വേണമെങ്കിൽ പറയാം. എന്നിട്ട് അപ്പോ ഒരാൾ ഉന്നുർന എന്ന് പറഞ്ഞാൽ ആ രൂപത്തിലാണെങ്കിൽ അത് ശിർക്കാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അവിടെയാണ് ചോദ്യം വരുന്നത്. പ്രമാണമൊക്കെ വരുന്നേ ഉള്ളൂ, ആദ്യം വിഷയം ഒന്ന് തീരുമാനിക്കുക. ഉന്നുർന ശിർക്കാണെന്ന് നിങ്ങൾ സമർത്ഥിച്ചല്ലോ. ഞാൻ ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ ഖുർആൻ അത് നിങ്ങൾക്ക് സംശയമില്ലല്ലോ. ആ ഖുർആൻ മുസ്ലിമീങ്ങളോട് പറയുന്നത് നിങ്ങൾ പറയണം. ആരോട്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹിനോട് നിങ്ങൾ പറയണം. റസൂലുള്ളാഹിനോട് ഉന്നുർന, അങ്ങയുടെ തിരുനോട്ടം ഞങ്ങൾക്കുണ്ടാവണം എന്ന് പറയണമെന്ന് ഖുർആൻ. അത് ശിർക്കാണെന്ന് മുജാഹിദേ. ഇതാണ് ഞങ്ങൾ പറയുന്നത്. എത്ര വ്യക്തമായ ആശയം. ഉന്നുർന എന്ന് നിങ്ങൾ പറയൂ. ആര് പറയുന്നു? അല്ലാഹു. അത് ശിർക്കാണെന്ന് മുജാഹിദേ. ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ ചോദിച്ചത്. ഇപ്പൊ മനസ്സിലായോ പ്രമാണം? അതാണ് മനസ്സിലായത്. അപ്പൊ വളരെ വ്യക്തമായ കാര്യം, ഉന്നുർന അങ്ങയുടെ തിരുനോട്ടം നിങ്ങൾക്ക് ഉണ്ടാവണം, ഇത് റസൂലുള്ളാഹിനോട് പറയണമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. അത് പറഞ്ഞാൽ ശിർക്കാണെന്ന് മുജാഹിദ് വിഭാഗം. ഇവിടെയാണ് സുന്നി മുജാഹിദും തമ്മിലുള്ള വ്യത്യാസം. അല്ലാഹു തആല ചോദിക്കാൻ പറയുന്നു, അത് ചോദിച്ചാൽ ശിർക്കാണെന്ന് പറയുന്നു. ശിർക്ക് എന്നൊക്കെ ഞങ്ങൾ ചോദിക്കാതിരിക്കുന്നു. അതുകൊണ്ട് ചോദിച്ചതിന്റെ മറുപടി ആദ്യം ഇങ്ങോട്ട് വ്യക്തമാക്കി പറയണം. ചോദ്യം ഒന്നുകൂടി പറയുന്നു, അല്ലാഹു ഉന്നുർന എന്ന് പറയണമെന്ന് നമ്മോട് പറയുമ്പോൾ അത് ശിർക്ക് പ്രേരിപ്പിക്കുകയാണോ? ഖുർആൻ ശിർക്ക് പ്രചരിപ്പിക്കുന്ന ഗ്രന്ഥമാണോ? അതിന്റെ മറുപടിയാണ് ഇനി നിങ്ങൾക്ക് കേൾക്കേണ്ടത്. അതുകൂടി പറഞ്ഞാൽ നിങ്ങൾ ശരിയായിട്ട് വരും ഇൻഷാ അല്ലാഹ്. ഉന്നുർന എന്ന് പറയിപ്പിച്ചിട്ടേ നിങ്ങളെ ഇവിടുന്ന് വിടാൻ പോകുന്നുള്ളൂ. അതുകൂടി പറഞ്ഞിട്ട് പോയാൽ ഇവിടെ ഇസ്തിഹാസ് ശരിയായി. ഇനി മേലിൽ അങ്ങനെ ഒരു വിഷയം ഇവിടെ ഉണ്ടാവാൻ പാടില്ല. വിഷയം അത് തന്നെ, ഹബീബായ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹിയോട് സഹായാർത്ഥന, അതിൽപ്പെട്ട ഒരു സഹായാർത്ഥനയാണ് ഉന്നുർന എന്ന് പറയുന്നത്. അത് പറയണമെന്ന് അല്ലാഹു പറയുന്നു. അത് പറഞ്ഞാൽ ശിർക്കാണെന്ന് നിങ്ങൾ പറയുന്നു. അല്ലാഹുവിന്റെ ഖുർആൻ ശിർക്ക് പ്രചരിപ്പിക്കുന്ന ഗ്രന്ഥമാണോ? ഇതിലൊതുങ്ങി നിന്നുകൊണ്ട് സംസാരിക്കണം. മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ഒക്കത്തിന് സമയമുണ്ട്. എല്ലാം ഞങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ സമ്മതിച്ചാൽ എത്രയും സമയം ഇവിടെ ഇരിക്കും. ഞങ്ങൾക്കത് പ്രശ്നമേ അല്ല. അതേ സമയത്ത് ചോദിക്കുമ്പോൾ അതിന്റെ മറുപടി ഇങ്ങോട്ട് പറയണം. അല്ലാഹുവിന്റെ ഖുർആൻ അത് ശിർക്ക് പ്രചരിപ്പിക്കുന്ന ഗ്രന്ഥമാണോ? അത്ര മാത്രമേ ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അതിങ്ങോട്ട് പറയുക. ആയത്തൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ആയത്തോതേണ്ടി വന്നു. അതന്നെയുള്ള കാര്യം. നിങ്ങൾ നേർക്ക് കിട്ടിയാലുള്ള മെച്ചതാണ്. ആ കഴിഞ്ഞ ചോദ്യത്തിന് ആയത്തൊന്നും വേണ്ട. ഇപ്പോഴോ മുമ്പൊരുപയായത്താണ്. എന്നിട്ടോ അവസാനം മുമ്പിൽ പറഞ്ഞൊരു അവകാശവാദം എന്താണ്? നിങ്ങളെ കൊണ്ട് ഉന്നുർന നിങ്ങൾ പറയിപ്പിക്കും. അത്രയും മുമ്പേക്ക് പറയാൻ കഴിയുള്ളൂ. നിങ്ങളെ കൊണ്ട് ഉന്നുർന ഇസ്തിഹാസാർപ്പിക്കുന്നു പറഞ്ഞില്ലല്ലോ. ഇസ്തിഹാസം മുമ്പേക്ക് ഉറപ്പില്ല. ഉന്നുർന പറയാൻ പറ്റും, നല്ല വിഷയം. ഇസ്തിഹാസാർത്താൻ പറ്റുന്നതാണ്. ഇത് ഇസ്തിഹാസയാണ് എവിടെയുള്ളത്? ഇത് ഇസ്തിഹാസയാണ് എവിടെയില്ല. അതന്നെ ഞാൻ പറഞ്ഞത്. ഈ സഹായം തേടൽ, ഇത് ആദ്യം സഹായം തേടൽ പറഞ്ഞുപോയി. അവിടെയാണ് നിങ്ങൾ കുടുങ്ങിയത്. ആ സഹായം തേടൽ എന്ന നിലയിലാണോ ഉന്നുർന എന്ന് പറയാൻ ഖുർആൻ പഠിപ്പിച്ചത്? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, മരിച്ചുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസ നടത്തലാണ് ഉംറുന എന്ന് ആരും തന്നെ വ്യാഖ്യാനിച്ചിട്ടില്ല, ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാൽ സഹായം തേടലോ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും പാടില്ല, ആരോടും പാടില്ല. പണ്ഡിതന്മാർ എങ്ങനെയാണ് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്?
അള്ളാഹുവിനോടല്ലാതെ ഇസ്തിഗാസ നടത്തില്ല. ഉംറുന എന്നത് ഇസ്തിഗാസയാണോ? അല്ല. അതുകൊണ്ട് തന്നെ ഇസ്തിഗാസ അള്ളാഹുവിനോട് മാത്രമേ നടത്താൻ പാടുള്ളൂ എന്ന് വിശദീകരിക്കുന്നു. വീണ്ടും പറയുന്നു, ഫബയ്യന തആല അന്ന ഇന്ന കശ്ഫിൽ ളിരി വസലാമത്തുൽ അഹ്വാലി യഫ്തരിഖൂന ഫഫരീഖുൻ മിൻഹും യബ്ഖാ അലാ മിസ്ലി മാ കാന അലൈഹി മിൻബരി ഫീ ലാ യഫ്താ ഇല്ലാ ഇലല്ലാഹി തആല. ഒരു വിഭാഗം പ്രയാസങ്ങളുണ്ടായി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, ഒരു വിഭാഗം പിന്നീട് അള്ളാഹുവിനോട് മാത്രം ഇസ്തിഗാസ നടത്തും, വേറെ ഒരു വിഭാഗം അള്ളാഹുവിനോട് ഇസ്തിഗാസ നടത്തുന്നതിൽ നിന്ന് മാറി നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പടച്ചതമ്പുരാൻ വീണ്ടും പറയുന്നു, സഹായം പറ്റുന്നവൻ, സഹായം തേടാൻ പറ്റുന്നവൻ അള്ള മാത്രമാണ്, അള്ളയല്ലാതെ വേറെ ആരുമില്ല എന്ന് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഈ മനുഷ്യൻ ഉറച്ചു വിശ്വസിക്കുന്നു. എന്നാൽ ഇത് നീങ്ങുമ്പോഴോ ഇവൻ അള്ളാഹുവിന് പുറമെ പലരോടും ഇസ്തിഗാസ നടത്തി അൽദാദികളെയും സമന്മാരെയും അതേപോലെ തന്നെ പങ്കാളികളെയും നിശ്ചയിക്കുന്നു. ഇത് വലിയ വിവരക്കേടാകുന്നു, അതേപോലെ തന്നെ പൂർണ്ണമായ വഴികേടുമാകുന്നു എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. ഞാൻ എന്റെ വകയായി പറഞ്ഞതല്ല. ഇസ്തിഗാസയാണെങ്കിൽ, അല്ലാഹുവല്ലാത്തവരോടുള്ള ഇസ്തിഗാസയാണെങ്കിൽ അത് പാടില്ല. എന്ന് പറഞ്ഞപ്പോ ഞാൻ ആദ്യം തന്നെ ചോദിക്കാനുള്ള കാരണം അതാണ്. എന്താ ഉദ്ദേശിച്ചത്? നിങ്ങൾ പറഞ്ഞു സഹായം തേടാനാണ് ഉദ്ദേശിച്ചത്. ഞാൻ പറയുന്നു അങ്ങനെയാണെങ്കിൽ പാടില്ല. നിങ്ങൾ ആയത്തോടി ഉംറുന എന്ന ആയത്തോടി. ഞാൻ പറയുന്നു വിശുദ്ധ ഖുർആൻ മുജാഹിദികൾക്ക് പറയാനുള്ളത് ഈ ഖുർആൻ തന്നെയാണ്. ഖുർആൻ ശിർക്ക് പഠിപ്പിക്കുകയാണോ എന്നാണല്ലോ നിങ്ങളുടെ ചോദ്യം. ആ ചോദ്യം ഖുർആൻ ശിർക്ക് പഠിപ്പിക്കുകയാണ് എന്ന് ഞങ്ങൾ പറയണമെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വാദിക്കണമെങ്കിൽ, ഞങ്ങളുമായത് ബന്ധപ്പെടുത്തണമെങ്കിൽ ഈ ഉംറുന എന്ന് പറഞ്ഞത് മരണപ്പെട്ടു പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇസ്തിഗാസയാണ് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയണം. അത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയാത്ത കാലത്തോളം ഖുർആൻ ശിർക്ക് പഠിപ്പിക്കുകയാണോ എന്ന ചോദ്യം ചോദിച്ചത് കൊണ്ട് കാര്യമില്ല. അത് ഇസ്തിഗാസയാണെന്ന് നിങ്ങൾ തെളിയിക്കേണ്ടിയിരുന്നു. എന്നിട്ട് നിങ്ങൾ പറയണമായിരുന്നു, ഇതാ ഖുർആൻ പറയുന്നു, ഈ ഖുർആനെ പറ്റി എന്ത് പറയുന്നു, അത് ഇസ്തിഗാസയല്ല, അതുകൊണ്ട് തന്നെ ഖുർആൻ ശിർക്ക് പ്രചരിപ്പിച്ചിട്ടില്ല, ഖുർആൻ ശിർക്ക് പഠിപ്പിച്ചിട്ടില്ല, ഖുർആൻ വ്യാഖ്യാതാക്കളും ശിർക്ക് പഠിപ്പിച്ചിട്ടില്ല. ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞത് അല്ലാഹുവല്ലാത്തവരോട് ഇസ്തിഗാസ നടത്തലാണ്. വിവരക്കേടായി പറഞ്ഞത്, അതേപോലെ തന്നെ വഴികേടായി പറഞ്ഞത്. ഖുർആൻ ശിർക്ക് പ്രചരിപ്പിച്ചു എന്നത് നിങ്ങൾ ആശ്വാസം കൊള്ളുന്ന കാര്യം മാത്രമാണ്, അല്ലാതെ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല. ഖുർആൻ ഈ പറഞ്ഞ ആയത്ത് ഇസ്തിഗാസയാണ് എന്ന് നിങ്ങൾ തെളിയിച്ചിരുന്നുവെങ്കിൽ, അത് ഇസ്തിഗാസയായി നിങ്ങൾ മനസ്സിലാക്കി പഠിപ്പിച്ചിരുന്നുവെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത് തന്റെ മരണശേഷവും തന്നോട് ഇസ്തിഗാസ നടത്താനുള്ള തെളിവായി വിശദീകരിച്ചിരുന്നെങ്കിൽ അംഗീകരിക്കാമായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയിട്ടില്ല, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടല്ലേ ഒരു സ്വഹാബിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഇസ്തിഗാസ നടത്താതിരുന്നത്. നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കാൻ കരുതി ആ ചോദ്യം കൊണ്ട് ആളുകളെ അങ്ങ് വരച്ചു കളയാമെന്ന് വിചാരിച്ചു. പക്ഷേ അറിയാതെ നിങ്ങളോട് പറഞ്ഞുപോയി സഹായം തേടലാണ്. ആ പദമാണ് നിങ്ങളെ പറ്റിച്ചത്. ആ പദമാണ് നിങ്ങളുടെ ചോദ്യത്തെ പൊടി പോലെ പറത്തിക്കളഞ്ഞത്. ആ പദമാണ് ഞങ്ങളെ വിജയിപ്പിക്കുന്നത്. അതാ നിങ്ങൾക്ക് പറ്റിപ്പോയത്. നിങ്ങളെ വിഷയാവതരണത്തിൽ തന്നെ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞ് കളിപ്പിക്കാൻ നോക്കുമ്പോ നമ്മളാണ് സഹായാർത്ഥന എന്ന് പറഞ്ഞ് നിങ്ങൾ കുടുങ്ങിപ്പോയി. അതാണ് നിങ്ങൾക്ക് ഇവിടെ സംഭവിച്ചു പോയത്. ഇനി നിങ്ങൾ ചോദിക്കുന്നത് അത് ഇസ്തിഗാസയാണോ? പിന്നെ എന്തിനാ നിങ്ങൾ ആദ്യം ശിർക്കാന്ന് പറഞ്ഞത്? അതാണ് ഞങ്ങൾക്ക് അറിയാത്തത്. ഒന്നും ശിർക്കാതെ വെച്ചപ്പോ അത് ശിർക്കാണ് എന്ന് മറുപടി. അത് ഇസ്തിഗാസയാകുന്നത് എങ്ങനെ? ഒരു വൈരുദ്ധ്യം പറയരുത്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ ശരിക്കും വിഷയം വിശകലനം ചെയ്യണം. നമ്മുടെ വിഷയം എന്താ? വ്യവസ്ഥയാണ് എന്റെ കയ്യിൽ, നല്ലോണം വായിക്കണം. മരിച്ചുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായാർത്ഥന നടത്തുന്നത് ശിർക്കാണ്. അപ്പൊ സഹായാർത്ഥന നടത്തുന്നത് ശിർക്കാണ് എന്ന് പറയുമ്പോ സഹായത്തിന്റെ ഏതെങ്കിലും ഒരു രൂപത്തിൽ സഹായം ചോദിക്കുന്നത് തന്നെ ശിർക്കാണ് എന്നവിടെ വന്നു. കാരണം എല്ലാ സഹായാർത്ഥനയും ശിർക്കാണെന്നാണ് ഇതിന്റെ ചുരുക്കം. ആ രൂപത്തിൽ നിങ്ങൾ വ്യവസ്ഥ എപ്പോഴാണ് ഞങ്ങളുടെ ചോദ്യം വന്നത്? എന്ത്? മഹാനായ റസൂലുള്ളാഹിയുടെ അങ്ങയുടെ തിരുനോട്ടം ഞങ്ങൾക്കുണ്ടാവണം എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണോ? ശിർക്കാണെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഉൻദുർന എന്ന് നിങ്ങൾ പറയണമെന്ന്. അവിടെയാണ് ചോദ്യം. അപ്പൊ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിയിൽ നിന്നുള്ള തിരുനോട്ടം ഞങ്ങളിലേക്ക് ഉണ്ടാവണം എന്ന തേട്ടമാണ് അവിടെ സംഭവിക്കുന്നത്.
തുടങ്ങി. പിന്നെ അവിടെ ചോദ്യമുള്ളത്, നിങ്ങളെ ഞങ്ങൾ പഠിപ്പിച്ചിട്ടേ ഉള്ളൂ, മരിച്ചുപോയ നബിതങ്ങളോടും ഇത് പറയണമെന്ന് എവിടെയാണ് കിട്ടിയത്? അത് ഞങ്ങള് ഇൻഷാ അല്ലാഹ് ഉത്തരം പറയുമ്പോൾ ശരിക്കും പറയാൻ പോകുന്നു. ഇവിടെ ഞങ്ങളുടെ ചോദ്യം ഒന്നുകൂടി ഞങ്ങൾ ആവർത്തിക്കുന്നു. മഹാനായ റസൂലുള്ളാഹി അടക്കമുള്ള എല്ലാ റസൂലുള്ളാഹിന്റെ മരണശേഷമെന്നോ ജീവിതശേഷമെന്നോ വ്യത്യാസമില്ലാതെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. നിങ്ങൾ എവിടെയാണ് നോക്കുന്നത്? ആ ആയത്ത് അല്ലാഹു തുടങ്ങുന്നത് തന്നെ യാ അയ്യുഹല്ലദീന ആമനു എന്ന പ്രയോഗമാണ്. ഓ മുഅ്മിനീങ്ങളെ, ഇങ്ങനെ ഒരു പ്രയോഗം ഖുർആനിൽ നടത്തിയാൽ അതിനെക്കുറിച്ച് എന്താണ് പണ്ഡിതന്മാർ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ആരോടുള്ളതാണ് എഴുതം? അന്നല്ലാഹു തആല ഖാതബൽ മുഅ്മിനീന, എല്ലാ മുഅ്മിനീങ്ങളോടും. മുഅ്മിൻ എന്ന് പറയാൻ പറ്റുന്നത് ആരൊക്കെയുണ്ടോ ആ മുഅ്മിനീങ്ങളോട് മൊത്തമാണ് ആ കാര്യം പറഞ്ഞത് എന്ന് ഇമാം റാസി പറയുന്നു. അവിടെ സംസാരിച്ചാൽ ഇത് കേൾക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ കാര്യം അറിയുന്നു വിശ്വസിക്കേണ്ടി വരും. അപ്പൊ പറയട്ടെ, യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞാണ് അല്ലാഹുവിന്റെ ഖുർആൻ തുടങ്ങിയത്. അത് ജീവിച്ചിരിക്കുന്നവർ മരിച്ചത് എന്ന് വ്യത്യാസമില്ല, എല്ലാ മുസ്ലിമിനും അത് ബാധകമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത്. അത് ഇമാം റാസി പറഞ്ഞു, എല്ലാ മുഫസ്സിറും പറഞ്ഞു, വായിക്കുവാണെങ്കിൽ നിങ്ങൾ വായിക്കും, മുഅ്മിനീങ്ങൾക്കൊക്കെ ബാധകമാണ്. അപ്പൊ യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനീങ്ങളെ, നമ്മള് കാത് കൂർപ്പിച്ച് കേൾക്കുക, എന്താ ഖുർആൻ പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനു അല്ലെങ്കിൽ പറയൂ നിങ്ങൾ, യാ അയ്യുഹല്ലദീന ആമനു എന്നുള്ളത് അത് റസൂലുള്ളാഹി ജീവിച്ചിരിക്കുമ്പോൾ മാത്രമായിരുന്നു എന്ന് പറയൂ. അപ്പൊ കണവാക്കി അത് നിങ്ങൾ പറയൂ, അത് പറയാൻ കഴിയില്ല. അതേ സമയത്ത് അതെല്ലാവർക്കും ബാധകമാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ കേട്ടു, എന്താ പറയുന്നത്? നിങ്ങൾ പറയണം, എന്ത് പറയണം? ഉന്ദുർന എന്ന്